വന്യരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിനീതരായ നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ എന്താണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ മറ്റു ചിലർ ചെയ്തപ്പോൾ അത് കഴുകിക്കളയാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ സംശുദ്ധത എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി വിനീത സ്വരത്തിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അതിന്റെ ആധികാരിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും അതിന്റെ ആധികാരിക വിവരണങ്ങളായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അതിന്റെ യഥാർത്ഥ സാക്ഷികളായ അവിടുത്തെ ശിഷ്യന്മാരുടെ ജീവിതവും പിൻതലമുറയിലെ പണ്ഡിതന്മാരുടെ വിവരണവും മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയം സംസാരിക്കുക, കേൾക്കുക, ഉൾക്കൊള്ളുക, പ്രചരിപ്പിക്കുക, തെറ്റിദ്ധാരണ അകറ്റുക എന്ന നിലക്ക് ഒരുമിച്ച് കൂടിയവരാ. അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സാധുക്കളായ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്നാമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ നേരെ ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും സമ്മതത്തോടുകൂടി വിഷയത്തിലേക്ക് കടക്കുന്നു. എന്റെ മാന്യ സഹോദരന്മാർ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദിമ മനുഷ്യൻ മുതൽ ഈ ഭൂമിലോകത്ത് നിലനിൽക്കുന്ന മതമാണ്, ജീവിത പരിപാടിയാണ്, വിശ്വാസമാണ്, കർമ്മമാണ്, ആശയമാണ്. ഈ ഇസ്ലാം ഓരോ അമ്പിയാക്കളും ലോകത്ത് പ്രചരിപ്പിക്കുകയും അവസാനം പൂർണ്ണ മനുഷ്യരായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇസ്ലാം സർവകാലത്തേക്കും സർവ്വലോകത്തേക്കും സർവ്വജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ രൂപത്തിൽ ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഉപകാരപ്രദമായ വിധത്തിൽ പൂർണ്ണമായി, സമ്പൂർണമായി, സമഗ്രമായി ലോകത്ത് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം നിർവഹിച്ച് അവിടുന്ന് മദീന ശരീഫിൽ അന്ത്യവിശ്രമം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരന്മാരെ ചിന്തിക്കണം. ഞാൻ ഇവിടെ വിശദമായി അതിന്റെ ആമുഖങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഓർക്കുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനാണ്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉന്നതമായ ജീവിത പരിപാടി, സ്വഭാവം ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട ആളാണ് ഞാനെന്ന് അവിടുന്ന് തന്നെ പ്രസ്താവിക്കുകയുണ്ടായി. ഇവിടെ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ധാരാളം സൃഷ്ടികളെ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമുണ്ട്. എല്ലാ വസ്തുക്കളെയും മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു,
ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങളുടെ ഗുണത്തിനു വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ നിങ്ങളെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? എല്ലാ വസ്തുക്കളും മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളോ, നിങ്ങൾ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ അറിഞ്ഞുകൊണ്ട് എനിക്ക് വഴിപ്പെട്ട് എനിക്ക് ആരാധിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ, മനുഷ്യ സമൂഹത്തെയും ജിന്ന് സമൂഹത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യ സമൂഹത്തിന് വിശ്വാസത്തിലും കർമ്മത്തിലും ഒരു പാത വേണം, ഒരാശയം വേണം. ആ ആശയമായി അള്ളാഹു മനുഷ്യന് നൽകിയത് ഇസ്ലാം ദീന. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ദീൻ അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. എന്റെ മാന്യ സഹോദരന്മാർ വളരെ നന്നായി ശ്രദ്ധിക്കണം. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്ത് ഇസ്ലാമി, മറ്റ് കക്ഷികൾ എന്ന വിവേചനം ഇല്ലാതെ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന തെളിവുകൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ നന്നായി നിഷ്പക്ഷ ബുദ്ധിയാ എല്ലാവരും ചിന്തിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. തെളിവില്ലാതെ ഒരു കാര്യവും ഇൻഷാ അല്ലാഹ് പ്രസംഗം തീരുന്നതിനിടയിൽ സംസാരിക്കുകയില്ല. പറയുന്ന തെളിവുകൾ ആധികാരികമായിരിക്കും. ആധികാരികമല്ലെന്ന് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും അഭിപ്രായമുണ്ടാകുമ്പോൾ വിനീതനായ ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ദീൻ അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. അല്ലാഹു പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒന്നിൽ വല്ലവനും ദീനായി തേടിയാൽ, ദീനായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. അതേ സമയത്ത് ഭൗതികമായ ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റാകാൻ ഇസ്ലാം മതം സ്വീകരിച്ചുകൊള്ളണം എന്നില്ല. റഷ്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഇസ്ലാം മതം സ്വീകരിച്ചുകൊള്ളണം എന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആകാൻ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നില്ല. MLA-യോ MP-യോ മന്ത്രിയോ ആകാൻ ഇസ്ലാം മതം സ്വീകരിക്കണം എന്നില്ല. ഇസ്ലാം മതം സ്വീകരിക്കാതെ തന്നെ ഭൗതികമായ ലോകത്ത് ഭരണാധികാരിയാകാം. ഇസ്ലാം മതം സ്വീകരിക്കാതെ സാമ്പത്തിക ശേഷിയുള്ളവനാകാം. ഭൗതികമായ ലോകത്ത് ഏത് ഭൗതിക സ്ഥാനങ്ങളും ഇസ്ലാം മതം സ്വീകരിക്കാതെ തന്നെ ഒരു മനുഷ്യന് ലഭിച്ചേക്കാം. ഇസ്ലാം ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് എതിരല്ല. പക്ഷേ പാരത്രിക ലോകത്ത് നഷ്ടം വരുത്തിക്കൊണ്ടുള്ള ഭൗതിക സ്ഥാനമാനങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നും ഇല്ല. ഇരിക്കട്ടെ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്തതിനെ ദീനായി വല്ലവനും തേടിയാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല, അല്ലാഹു സ്വീകരിക്കില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പാരത്രിക ലോകത്ത് നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. ഭൗതികമായ ലോകത്ത് അവന് ഭരണം കിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവന് സ്ഥാനം കിട്ടില്ലെന്നോ ഒന്നും അല്ലാഹു അവിടെ പറയുന്നില്ല. അല്ലാഹു പറയുന്നത് ആഖിറത്തിൽ, പാരത്രിക ലോകത്ത് അവൻ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അപ്പോൾ രണ്ട് ലോകത്തും ഒരു മനുഷ്യന് വിജയം കൈവരിക്കണോ എങ്കിൽ അവൻ ഇസ്ലാം മതം തന്നെ ഉൾക്കൊള്ളണം. ഈ ഇസ്ലാമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള അമ്പിയാക്കൾ പ്രചരിപ്പിച്ചത് എന്നാണ് നാം പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ദീനുഹും വാഹിദ്, എല്ലാ അമ്പിയാക്കളുടെയും സർവ്വ പ്രവാചകന്മാരും ഈ ഭൂമിലോകത്ത് പ്രചരിപ്പിച്ച ദീൻ അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. അന ഔലൻ നാസി ബിഈസ ഇബ്നു മർയം ഫിദ്ദുനിയാ വൽ ആഖിറ, ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റവും ബന്ധമുള്ള വ്യക്തി ഞാനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ അംബിയാഉ
ഇഖ്വത്തുൽ അല്ലാത്തി, എല്ലാ പ്രവാചകന്മാരും സഹകളത്രങ്ങളിലുള്ള, അഥവാ ഒരു ഭർത്താവിനുണ്ടാകുന്ന കൂടുതൽ ഭാര്യമാരിൽ ഉണ്ടാകുന്ന സഹോദരന്മാരെ പോലെയാണ്. ദീനുഹും വാഹിദ് ഉമ്മഹാത്തുഹും ശത്താ വദീനുഹും വാഹിദ്. ഉമ്മമാര് പലതാണ്, അതേസമയത്ത് ദീൻ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിശ്വാസവും ആശയവും ഒന്നാണ്, അതേസമയത്ത് കർമ്മരംഗത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടുതാനും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് ഒരു സ്ഥലത്ത് മ്ലേച്ഛ വസ്തു തൊട്ടുപോയാൽ അഥവാ നജസ് തൊട്ടുപോയാൽ ആ സ്ഥലം മുറിച്ചു കളയണമെന്നാണ് നിയമം. മുസ്ലിം ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിന് അവിടെ കഴുകിക്കളഞ്ഞാൽ മതി എന്നാണ് നിയമം. പൂർവ്വകാലത്തുള്ള ചില സമുദായങ്ങൾക്ക് അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകിയ നിയമം, അവർക്ക് പ്രാർത്ഥന നടത്തണമെങ്കിൽ, അഥവാ നിസ്കാരം നടത്തണമെങ്കിൽ പള്ളിയിൽ തന്നെ എത്തണമെന്ന. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ എവിടെ വെച്ചും ആകാമെന്ന. ഇങ്ങനെ തുടങ്ങി ചെറിയ വ്യത്യാസങ്ങൾ കർമ്മരംഗത്തുണ്ടെങ്കിലും അതാണ് ഉമ്മഹാത്തുഹും ശത്താ. അവരുടെ മാതാക്കൾ പലതാണ്. ദീനുഹും വാഹിദ്, ദീനു ഒന്നാണ്. ദീൻ ആശയം പിതാവിന്റെ സ്ഥാനത്താണ്. ഒരേ പിതാവിന്റെ കുറെ ഉമ്മമാരിലുള്ള ഭാര്യമാരിലുള്ള മക്കളെ പോലെ സഹോദരന്മാരാണ് സർവ്വ അമ്പിയാക്കളും എന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹീഹുൽ ബുഖാരിയുടെ 3443 നമ്പർ ഹദീസിൽ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതായി കാണാം. എന്നാൽ എല്ലാ അമ്പിയാക്കളും പ്രചരിപ്പിച്ച ഈ ദീൻ അത് പൂർത്തീകരിച്ചുകൊണ്ട് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവസാനമായി നിയോഗിക്കപ്പെട്ട അവസാനത്തെ നബിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായ ഒരു ഗ്രന്ഥം, ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി, യാതൊരു ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി, എണ്ണിയാലൊടുങ്ങാത്ത ഒന്നിനുമേലെ ഒന്നായി ഉള്ള തിരമാലകൾ പോലെ ഒന്നിനുമേലെ ഒന്നായുള്ള തീരാത്ത അർത്ഥങ്ങളും വിശദീകരണങ്ങളുമുള്ള പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനായി ഇറക്കിക്കൊടുത്തു. ആ ഖുർആൻ അവലംബിക്കുന്നവർ മാത്രമാണ് മുസ്ലിങ്ങൾ. ഖുർആനിനെ തള്ളി അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരെങ്കിലും മതം പറഞ്ഞാൽ അത് ഇസ്ലാം മതം അല്ല. ഇസ്ലാം മതത്തിന്റെ ആധികാരികമായ ഗ്രന്ഥം, ഇസ്ലാമിന്റെ ആദ്യമായി എണ്ണപ്പെടുന്ന തെളിവ് പരിശുദ്ധ ഖുർആനാണ്. എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവതരിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ഖുർആൻ തന്നെ പറയുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ സന്മാർഗത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക്, തഖ്വയിലേക്ക് ക്ഷണിക്കുമ്പോൾ തഖ്വയിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് സന്മാർഗം കൊടുത്തിട്ടുള്ള ആ മഹത്തായ ഗ്രന്ഥം, അത് സംശയത്തിന് അവകാശമില്ലാത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനു അവതരിപ്പിച്ചു? കുറെ ലഘുലേഖകളായി ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൂടായിരുന്നു, കുറെ ഏടുകളായി അല്ലാഹുവിന് വിതരണം ചെയ്തുകൂടായിരുന്നു. അതിന് കാരണം അല്ലാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അങ്ങയിലേക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചത് നബിയെ അവിടുന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണവും കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് പഠിപ്പിക്കുന്നത്. ഈ കാരണം കൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു,
വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തൊരാശയം കൊണ്ടുവന്നോ നിങ്ങൾ സ്വീകരിക്കണം. അവിടുന്ന് ഏതൊരാശയം നിങ്ങളോട് വിരോധിച്ചോ അത് നിങ്ങൾ തള്ളിക്കളയണം. വേറെയും ധാരാളം ആയത്തുകളിൽ ഈ കാര്യം അല്ലാഹു ഉണർത്തി. വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇതാ അല്ലാഹുവും റസൂലും വിളിക്കുന്ന ആശയത്തിലേക്ക്, അഥവാ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും ക്ഷണിക്കുന്ന ആശയത്തിലേക്ക് വിളിക്കുമ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും മാറിക്കളയുന്നുണ്ടെങ്കിൽ അവർ സത്യവിശ്വാസികൾ അല്ല. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. നബിയെ ഖുർആനിന്റെ ആശയമനുസരിച്ച് ജീവിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ ഖുർആനിലേക്കും ഹദീസിലേക്കും ക്ഷണിക്കുമ്പോൾ അപ്പോൾ മാറിക്കളയുന്ന കക്ഷികൾ അവർ കപട വിശ്വാസികളായിരിക്കും, അവർ മനസ്സിൽ വിശ്വാസമില്ലാത്തവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കാത്തവൻ അവൻ സത്യവിശ്വാസിയല്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഓ മുഹമ്മദ് നബിയെ, ഒരു തീരുമാനം തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയത്തിൽ അവിടുന്ന് ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കാത്തവർ അവർ ഒരിക്കലും സത്യവിശ്വാസികളല്ല. വറബ്ബിക, അങ്ങയുടെ നാഥനെ തന്നെയാണ് സത്യം. അവിടുന്ന് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാതെ പോകുന്നവർ ഒരിക്കലും സത്യവിശ്വാസികളല്ല. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയും. ഇനിയും കാണാം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അത് വിട്ടുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് കടക്കൽ സത്യവിശ്വാസിയായ പുരുഷനോ സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ പറ്റിയ പണിയല്ല. അഥവാ അല്ലാഹുവിനെയും റസൂലിനെയും വല്ലവരും ധിക്കരിച്ചാൽ അവർ വ്യക്തമായ പിഴക്കൽ പിഴച്ചുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഖുർആൻ, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആശയം, അതാണ് ഇസ്ലാം. ആ ഇസ്ലാം വിട്ടുകൊണ്ട് ആരെങ്കിലും സ്വന്തമായി മതമുണ്ടാക്കിയാൽ ആ മതം ഇസ്ലാം മതമായി അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇനി നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്ക് തന്നെ മടങ്ങുക. ഖുർആൻ നാം പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഖുർആൻ നാം ഓതി നോക്കുന്നത് എങ്ങനെയാണ് ഓതി നോക്കുന്നത്? ഖുർആനിലെ അക്ഷരങ്ങൾ നോക്കി മാത്രം നമുക്ക് പാരായണം ചെയ്തുകൂടാ. മറിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊരു നിയമം ഉണ്ട്. ഖുർആൻ എഴുതുന്നതിനും ഒരു നിയമമുണ്ട്. എന്താണത്? ഖുർആൻ എഴുതുന്നതും പാരായണം ചെയ്യുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം സമുദായത്തിലെ പൂർവീക പണ്ഡിതന്മാർ എങ്ങനെ എഴുതിയോ അതുപോലെ എഴുതണം, എങ്ങനെ പാരായണം ചെയ്തോ അതുപോലെ പാരായണം ചെയ്യണം. വെറും അറബി അറിയുന്നവൻ എടുത്ത് പാരായണം ചെയ്താൽ ഖുർആൻ ശരിയാവില്ല. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അലിഫ് ലാം മീം, അലിഫ് ലാം മീം എന്ന് ഓതി. അതേ രൂപത്തിൽ വാക്യം കൂടി ഓതുകയാണെങ്കിൽ എങ്ങനെയാ ഓതേണ്ടത്? ലാലി ലാം കാഫ് എന്നാണ് ഓതേണ്ടത്. അലിഫ് ലാം മീം ദാലിക എന്നാണ് അവിടെ ഓതുന്നത്. അലം ദാലിക എന്നല്ല. അലിഫ് ലാം മീം ദാലിക. അലിഫ് ലാം മീം ഓതിയ പോലെ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതണം? ദാലി ലാം കാഫ് എന്ന് ഓതണം. അങ്ങനെ ഓതാതെ അലിഫ് ലാം മീം
ദാലിക എന്ന് നമ്മൾ ഓതാൻ എന്താണ് കാരണം? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഖുർആൻ യാസീൻ ബാക്കി എങ്ങനെ ഓതണം? അതേപോലെ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതണം? വാവ് അലിഫ് ലാം ഖാഫ് എന്ന് ഓതണം. നമ്മൾ ഓതുന്നത് യാസീൻ വൽ ഖുർആനിൽ ഹകീം. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെയും ഇവിടെ ഇങ്ങനെയും ഓതിയത്? ഇനി നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അലിഫും ലാമും മീമും കൂട്ടി എഴുതിയപ്പോൾ നാം അലിഫ് ലാം മീം നോതി. അതേ മൂന്നക്ഷരം അലം തറ കൈഫയുടെ തുടക്കത്തിലുമുണ്ട്. അവിടെ നമ്മൾ എങ്ങനെ ഓതി? അലിഫ് ലാം മീം നോതിയില്ല, അലം എന്നോതി. രണ്ട് സ്ഥലത്തുമുള്ളത് മൂന്നും അക്ഷരം ഒന്നാ. അലിഫ് ലാം മീം എന്ന സ്ഥലത്തുള്ള അക്ഷരം അതേ മൂന്നക്ഷരമാണ് അലം തറ കൈഫയുടെ തുടക്കത്തിലും ഉള്ളത്. ഒരു സ്ഥലത്ത് അലിഫ് ലാം മീം എന്നോതി, മറ്റൊരു സ്ഥലത്ത് അലം എന്നോതി. അക്ഷരം ഒരുപോലെയല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഓതി? ഇതൊരു വിഷയമാണ്. അങ്ങനെ ഓതിയതിന്റെ കാരണം ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പാരായണം ചെയ്തത് അതവിടുത്തെ ശിഷ്യന്മാര് കേട്ടു. ശിഷ്യന്മാരിൽ നിന്ന് അവരുടെ പിന്തലമുറ കേട്ടു. പിന്തലമുറയിൽ നിന്ന് അതിന്റെ പിന്തലമുറ കേട്ടു. അങ്ങനെ തലമുറയായി ഖുർആൻ നമ്മളിലേക്ക് എത്തിയപ്പോൾ ഇന്ന് വരെയുള്ള പണ്ഡിതന്മാർ ഒരു സ്ഥലത്ത് അലിഫ് ലാം മീം എന്ന് ഓതിയത് കൊണ്ട് അവിടെ നമ്മളും അലിഫ് ലാം മീം എന്നോതി. ഇന്ന് വരെയുള്ള പണ്ഡിതന്മാർ അലം തറ കൈഫയുടെ തുടക്കത്തിൽ അലം എന്നോതിയത് കൊണ്ട് നമ്മൾ അവിടെ അലം എന്ന് ഓതി. തെളിവെന്താണ്? ഇന്ന് വരെ ഓതി വന്നത് അങ്ങനെയാണ് എന്നതാണ് തെളിവ്. ഇനിയും കേട്ടോളൂ, ഖുർആൻ എഴുതുന്ന സ്ഥലത്ത് നാം വളരെ ശ്രദ്ധിക്കണം. ഖുർആൻ നിങ്ങൾ നോക്കൂ, ഖുർആനിലുള്ള ചില അക്ഷരങ്ങൾ സാദ്, ലാമ്, വാവ്, ഹാത്ത. ഇത് എഴുതിയാൽ സലൂത്ത് എന്നാണ്. സലൂത്ത് എന്ന സ്ഥലത്ത് സലാത്ത് എന്ന് ഓതണം. അഖമി സലൂത്താണ് എഴുതണം, അഖമി സലാത്താണ് ഓതണം. നിങ്ങൾ നോക്കൂ, സക്കൂത്ത് എന്ന് എഴുതണം, സക്കാത്ത് എന്ന് ഓതണം. മിസ്കൂത്ത് എന്ന് എഴുതണം, മിസ്കാത്ത് എന്ന് ഓതണം. ഇതെങ്ങനെ തിരിഞ്ഞു? എങ്ങനെ മനസ്സിലായി? മനസ്സിലായത് പൂർവികമായി അങ്ങനെയാണ് ഓതി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ ഓതി വന്നിട്ടുള്ളത്, മുസ്ലിം സമുദായത്തിലെ പൂർവിക പണ്ഡിതന്മാർ, പൂർവികമായി നടന്നു വരുന്ന സമൂഹം അങ്ങനെയാണ് ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റം വരുത്തിക്കൂടാ. അതേ നിലയ്ക്ക് തന്നെ ഖുർആൻ ഓതണം. ഇനിയും നിങ്ങൾ നോക്ക്, ധാരാളം പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയാം. ഖുർആനിൽ ഒരു സ്ഥലത്ത് ബിമാ ആഹദ അലൈഹുല്ലാഹ എന്ന് കാണാം. സാധാരണ അലൈഹി എന്നാണ്. ഒരു സ്ഥലത്ത് അലൈഹു. എഴുത്ത് ഒക്കെ ഒരുപോലെ, പക്ഷേ ഒരു സ്ഥലത്ത് അലൈഹു എന്ന് ഓതണം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇന്ന് വരെയുള്ള മുസ്ലിം സമൂഹം അലൈഹി എന്നോതിയ സ്ഥലത്ത് അലൈഹി എന്നോതണം, അലൈഹു എന്നോതിയ സ്ഥലത്ത് അലൈഹു എന്നോതണം. നിങ്ങൾ അൻസാനിഹി എന്നാണ് സാധാരണ നിലക്ക് ഉച്ചാരണം വേണ്ടത്. പക്ഷേ ഒരു സ്ഥലത്ത് ഖുർആനിൽ വമാ അൻസാനിഹു ഇല്ല ശൈത്താൻ. എന്താണ് അവിടെ അങ്ങനെ ഓതുന്നത്? ഇന്ന് വരെയുള്ള മുസ്ലിം സമൂഹം അൻസാനിഹു എന്നോതിയ സ്ഥലത്ത് അൻസാനിഹു എന്നോതണം. പൂർവീകരെ തള്ളിക്കൊണ്ട് ഖുർആനില്ല. ഇനിയും നോക്കൂ നിങ്ങൾ, ഒരുപാടുണ്ടെന്ന് പറയാൻ. എവിടെയാണ് പറഞ്ഞാൽ തീരുന്നത്? നിങ്ങൾ നോക്ക്, റബുവ അല്ലെങ്കിൽ റിബവ എന്ന് എഴുതിയാൽ റിബ എന്ന് വായിക്കണം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. റിബ എന്ന് എഴുതിയാൽ എങ്ങനെ? റാ, ബാ, വാവ്, അലിഫ്. സാധാരണ നിൽക്കാൻ വായിക്കേണ്ട എങ്ങനെ? റബുവ അല്ലെ റിബുവ എന്ന് വായിക്കണം. പക്ഷെ ഓതണ്ട എങ്ങനെ? റിബ എന്നോതണം. ആര് പഠിപ്പിച്ചു? ഇന്ന് വരെയുള്ള മുസ്ലിം സമൂഹം ഖുർആനിൽ അവിടെ റിബ എന്നോതിയത് കൊണ്ട് റിബ എന്നോതിക്കൊള്ളണം. ഇനിയും നോക്കൂ നിങ്ങൾ, ഒരുപാടുണ്ട്. അതെന്തോ പറഞ്ഞാൽ തീർന്നു. ഫാത്തിഹ സൂറത്തില് മലിക് യൗമിദ്ദീൻ എഴുതണം, മാലിക് യൗമിദ്ദീൻ എന്നോതാം. മലിക് യൗമിദ്ദീൻ എന്നേ എഴുതാൻ പാടുള്ളൂ. പക്ഷേ ഓതുമ്പോ മാലിക് യൗമിദ്ദീൻ ഓതണം. എന്താ തെളിവ്? ഇനി മലിക് എന്നൊരു ഖിറാഅത്തും ഉണ്ട്. ഏതായാലും എന്താണ് തെളിവ്? ഇന്ന് വരെയുള്ളവർ രണ്ടു നിലക്കും ഓതി എന്നതാണ്. എഴുത്ത് മലിക്കീന്ന് മാത്രമേ ഇന്ന് വരെയുള്ളവർ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് മലിക്കീന്ന് എഴുതാൻ പാടുള്ളൂ, മാലിക്കീന്ന് എഴുതാൻ പാടില്ല.
മാലിക്കീന്ന് ഓതുന്നവരും മലിക്കീന്ന് എഴുതാൻ പാടുള്ളൂ. കാരണം എന്താ? എഴുത്തിന് പൂർവീകരെ തുടരണം. ഖുർആൻ മനസ്സിലാക്കും. ഖുർആനിന്റെ എഴുത്തിൽ പൂർവീകരെ തുടരണം. ഖുർആനിന്റെ ഓത്തിൽ പൂർവീകരെ തുടരണം. ഇനിയും നിങ്ങൾക്ക് ധാരാളം കാണാം. എന്നൊരു സ്ഥലത്ത് കാണാം. സാധാരണ ഇങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ഒരു സ്ഥലത്ത് ഖുർആനിൽ എന്ന ഓത്ത് കാണാം. എന്താണ് തെളിവ്? ഇന്ന് വരെയുള്ള മുസ്ലിം സമൂഹം അങ്ങനെയാണ് തോന്നിയത്. അത് മാറ്റിക്കൂടാ. മാറ്റിയാൽ ഖുർആൻ മാറ്റിലാവും. ഖുർആൻ എങ്ങനെ ഇന്ന് വരെ എഴുതിയോ എഴുതിയതുപോലെ എഴുതിക്കൊള്ളണം, ഓതിയതുപോലെ ഓതിക്കൊള്ളണം. അതിന് കാലാന്തരത്തിൽ മാറ്റം വരുത്തിക്കൂടാ. അത് പൂർവീകരിൽ നിന്ന് എങ്ങനെ കിട്ടിയോ കിട്ടിയതുപോലെ ഓതണം, കിട്ടിയതുപോലെ എഴുതണം. ഖുർആനിന്റെ എഴുത്തിന്റെ രംഗത്തും ഖുർആനിന്റെ പാരായണ രംഗത്തും പൂർവീകർ 100% അംഗീകരിക്കണം എന്നത് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളും ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കളും ഖാദിയാനികളും കള്ളത്തരീഖത്തുകാരും തബ്ലീഗ് ജമാഅത്തുകാരും എല്ലാവരും അംഗീകരിക്കുന്നു. ഖുർആൻ ഓതുന്ന സ്ഥലത്തും എഴുതുന്ന സ്ഥലത്തും പൂർവീകരെ അവഗണിച്ചുകൂടാ. പൂർവീകർ എഴുതിയതുപോലെ എഴുതണം, പൂർവീകർ ഓതിയതുപോലെ ഓതണം. പിന്നെ നമ്മളെ കേരളത്തിൽ എല്ലാറ്റിനും ഒരു പുതുമയാണ്. കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തിരൂരങ്ങാടിയിൽ നിന്ന് കുറച്ച് മുസാഫിർ ഉസ്മാനി അല്ലാത്ത നിലക്ക് പൂർവീകർ എഴുതിയതുപോലെ അല്ലാതെ എഴുതി അത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് വന്നപ്പോൾ ആ തെറ്റ് എല്ലാവർക്കും തിരിച്ചിക്കുകയും ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ പരിശുദ്ധ ഖുർആൻ എഴുതുന്ന സ്ഥലത്തും ഓതുന്ന സ്ഥലത്തും നിങ്ങൾ ചിന്തിക്കണം. ലോകമൊട്ടാകെ, അത് വെറും പിലാത്തറയിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, ലോകമൊട്ടാകെയുള്ള മുസ്ലിങ്ങൾ പൂർണ്ണമായി പൂർവീകരെ പിന്തുടരുന്നു. പൂർവീകരെ പിന്തുടരാതെ ഖുർആൻ പാരായണം സാധ്യമല്ല, ഖുർആൻ എഴുതാൻ സാധ്യമല്ല. എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഖുർആനിന്റെ വാചകങ്ങൾ എഴുതുന്ന സ്ഥലത്തും പാരായണം ചെയ്യുന്ന സ്ഥലത്തും നാം പരിഗണിക്കുന്ന പൂർവീകരെ ഖുർആനിന്റെ ആശയം സ്വീകരിക്കുന്ന സ്ഥലത്തും പരിഗണിച്ചേ പറ്റൂ. അത് പരിഗണിച്ചില്ലെങ്കിലോ ഖുർആനിന്റെ ആശയത്തിൽ നാം പുറത്തു ചാടും. ഖുർആനിന്റെ പാരായണത്തിൽ നിന്ന് പൂർവീകരെ അവഗണിച്ചാൽ പുറത്തു ചാടുന്നത് പോലെ ഖുർആനിന്റെ എഴുത്തിന്റെ രംഗത്ത് പൂർവീകരെ അവഗണിച്ചാൽ ഖുർആനിൽ നിന്ന് നമ്മൾ പുറത്തു ചാടുന്നത് പോലെ ഖുർആനിന്റെ ആശയം സ്വീകരിക്കുന്ന സ്ഥലത്തും പൂർവീകരെ അവഗണിച്ചാൽ ഖുർആനിൽ നമ്മൾ പുറത്തു ചാടും. അതുകൊണ്ട് എന്ത് വേണം? എഴുത്തിലും പാരായണത്തിലും നാം അവലംബിച്ച അതേ പൂർവീകരെ തന്നെ ഖുർആനിന്റെ ആശയരംഗത്തും നാം അവലംബിക്കണം. ഒരു സ്ഥലത്ത് അവർ പറ്റുന്ന ഒരു സ്ഥലത്ത് പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പ് എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഖുർആനുമായി ബന്ധപ്പെട്ട സ്ഥലം പൂർവീകരെ പരിഗണിക്കണം. അതിനെന്താണ് തെളിവ്? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ വാചകം അല്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങൾ അവരുടെ പ്രസ്താവനയല്ല, ഇനി ഈ സ്റ്റേജിലില്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ മറ്റൊരു നേതാവായ ശൈഖുന കാന്തപുരത്തിന്റെ വാചകം അല്ല. മറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ അല്ലാഹു എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തരാൻ വേണ്ടി അല്ലാഹുവിനെയാണല്ലോ, അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ നിശ്ചയിച്ചതായി ഖുർആനിൽ പറഞ്ഞത്. അതേ ഖുർആൻ ഉടനെ തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ആശയം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ മുഖേന പഠിപ്പിച്ചിട്ടുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വദാഇൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു പരിശുദ്ധ ഖുർആനിന്റെ വചനം. ഈ ദിവസം നിങ്ങൾക്ക് ഇസ്ലാം ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹുവാകുന്ന എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തികച്ചു തന്നിരിക്കുന്നു, ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞ ആ ഹജ്ജത്തുൽ വദാഇന്റെ സമ്മേളനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തു. എന്താണത്? ഫൽയുബല്ലിഗ് ശാഹിദുൽ ഗായിബ്.
സാക്ഷിയായവർ, സാക്ഷിയാകാൻ കഴിയാത്തവർക്ക് ഈ ഇസ്ലാമിനെ, ഈ ഖുർആനിന്റെ ആശയത്തെ എത്തിച്ചു കൊടുക്കണം. സാക്ഷിയായവർ എത്തിച്ചു കൊടുക്കണം. ഈ സാക്ഷികൾ ആരാണ്? ഈ സാക്ഷികൾ പ്രഥമവും പ്രധാനവുമായി അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുക, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സ്വഹാബികളെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പിന്നെ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ അവരാരാണ്? മിനൽ മുഹാജിരീന വൽ അൻസാർ, മക്കക്കാരും മദീനക്കാരുമായ സഹാബികൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സന്തോഷപൂർവം ബഹുമാനാദരവോടെ നല്ല നിലക്ക്, അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല, അവഗണിച്ചുകൊണ്ടല്ല, കുറ്റം പറഞ്ഞുകൊണ്ടല്ല, വളരെ നല്ല നിലക്ക് അവരെ പിന്തുടർന്ന ആളുകൾ ഏത് കാലത്ത് ജീവിച്ചാലും റളിയല്ലാഹു അൻഹും, ആ സഹാബികളെ പിന്തുടർന്നവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആര് പൊരുത്തപ്പെട്ടില്ലെങ്കിലും അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറദൂ അൻഹു, അള്ള കൊടുക്കുന്ന പ്രതിഫലം കൊണ്ട് അവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ കൊണ്ട് അവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ അവരാണ് ഒന്നാം സാക്ഷികൾ. ഇനി നിങ്ങൾ നോക്കൂ, ആ സഹാബികൾ മാത്രം സാക്ഷിയായാൽ അതിന്റെ പിന്തലമുറക്കും ഈ ഇസ്ലാം ദീന് കിട്ടണ്ടേ? അതിന്റെ പിന്തലമുറക്കും ഖുർആനിന്റെ ആശയവും ഖുർആനിന്റെ അൽഫാദുകളും ഖുർആനിന്റെ പാരായണവും എഴുത്തുമൊക്കെ പിന്തലമുറക്കും കിട്ടണ്ടേ? അവർക്കാര് സാക്ഷി? പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി വിപുലമായി പറയുന്നു. എന്താണ്? കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന الرسول عليكم شهيدا. വകദാലിക, അപ്പോലെ മുജാഹിദ് സുഹൃത്തുക്കളുടെ ചില ഖുർആൻ പരിഭാഷയിൽ ആ ഇவ்விധം ഉണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഇவ்விധം, അപ്പോലെ, ഏതുപോലെ, ഏത് വിധം. അതിനു മുമ്പ് പറഞ്ഞ വിഷയം കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം എന്നതാണ്. കഅബ ശരീഫ്, സയഖൂലു സുഫഹാഉ മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ എന്ന് പറഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന സംഗതിയെ സംബന്ധിച്ചും അതിനെ ചില ആളുകൾ, വിവരമില്ലാത്തവർ എതിർക്കുന്നതിനെ സംബന്ധിച്ചുമാണ് ഖുർആനിൽ പറയുന്നത്. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, മശ്രിഖും മഗ്രിബും കിഴക്കും പടിഞ്ഞാറും ഒക്കെ അല്ലാഹുവിന്റേതാണ്, ലോകമൊട്ടാകെ അല്ലാഹുവിന്റേതാണ്. പിന്നെ എന്താണ് ഈ കഅബത്തിനൊരു ബഹുമാനം എന്നാണ് ചിലർക്ക് ചോദിക്കാനുള്ളത്. അല്ലാഹുവോട് പഠിപ്പിക്കുകയാണ്, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അല്ലാഹുവിന്റേതാണെങ്കിലും അല്ലാഹു ചിലതിനെ, ചില സ്ഥലങ്ങളെ ബഹുമാനിക്കും. ഒക്കെ അല്ലാഹുവിന്റേത് തന്നെ, പക്ഷേ ചില സ്ഥലങ്ങളെ അല്ലാഹു ബഹുമാനിക്കും. അതുപോലെ ചില ആളുകളെയും അല്ലാഹു ബഹുമാനിക്കും. ഇതാണ് അല്ലാഹു പറയുന്നത്, വകദാലിക, അപ്പോലെ. സ്ഥലങ്ങൾ മുഴുവനും അല്ലാഹുവിന്റേതാണെങ്കിലും അതിൽ നിന്ന് ഒരു സ്ഥലത്തെ അല്ലാഹു തആല പ്രത്യേകം ആദരവ് നൽകി, ആദരിച്ച് ബഹുമാനിച്ച് എല്ലാറ്റിന്റെയും മാതൃകയായി തെരഞ്ഞെടുത്തതുപോലെ ലോകമൊട്ടാകെയുള്ള പള്ളികൾ കഅബയിലേക്ക് തിരിച്ചാണ് നിർമ്മിച്ചത്. കഅബ അതിന്റെ ഇമാമാണ്, അതിന്റെ മാതൃകയാണ്, കേന്ദ്രമാണ്. ഇതുപോലെ എല്ലാവരും കഅബയിലേക്ക് തിരിയണം, സർവ്വ പള്ളിയും കഅബയിലേക്ക് തിരിയണം. ഇതുപോലെ ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്, നിങ്ങൾ മൂസാ നബിയുടെ സമുദായത്തെ പോലെയല്ല, ഈസാ നബിയുടെ സമുദായത്തെ പോലെയല്ല, ഇബ്രാഹിം നബിയുടെ സമുദായത്തെ പോലെയല്ല, നിങ്ങൾ ഉത്തമ സമുദായമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയുടെ സമുദായത്തെ ഉത്തമ സമുദായമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ നിശ്ചയിക്കാൻ കാരണം? ലിതകൂനൂ ശുഹദാഅ അലന്നാസ്, ഓരോ കാലഘട്ടത്തിലും വരുന്ന ഓരോ തലമുറയിലെയും ജനങ്ങൾക്ക്, ഓരോ കാലഘട്ടത്തിന്റെയും മുൻതലമുറയായ ഈ ഉമ്മത്ത്
സാക്ഷികളാകാൻ വേണ്ടിയാണ് നിങ്ങൾ നമ്മൾ ഉത്തമന്മാരാക്കിയത്. സാക്ഷിക്ക് പറ്റണമെങ്കിൽ ഉത്തമനായിരിക്കണം. കൊള്ളരുതാത്തവൻ സാക്ഷിക്ക് പറ്റില്ല. നീതിമാനായിരിക്കണം. മായം ചേർക്കാത്തവനായിരിക്കണം. കളവ് ചെയ്യാത്തവനായിരിക്കണം. വഞ്ചന ചെയ്യാത്തവനായിരിക്കണം. അത്തരം ആളുകളെ ഒരു സമൂഹത്തിന് സാക്ഷിക്ക് പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ നാം ഉത്തമ സമുദായമാക്കി. എന്തുകൊണ്ട്? ലിതകൂനു ശുഹദാ അലന്നാസ്. ലോകത്ത് കാലാകാലങ്ങളിൽ വരുന്ന ഓരോ കാലഘട്ടത്തിലും വരുന്ന ജനങ്ങൾക്ക് ഈ ഉമ്മത്ത് സാക്ഷികളാകാൻ വേണ്ടി. ആയത്തിന്റെ തഫ്സീർ മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ജലാലൈനിയിൽ നിങ്ങളൊരു പക്ഷേ ആഖിറത്തിൽ വെച്ച് മറ്റു സമുദായങ്ങൾക്ക് ഈ ഉമ്മത്തിനെ സാക്ഷിയാക്കാൻ വേണ്ടി എന്ന തഫ്സീർ കാണും. ഞാനീ പറഞ്ഞു തമ്മിൽ അത് വൈരുദ്ധ്യമല്ല. ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. ഖുർആൻ ഒരായത്തിന് തന്നെ ധാരാളം അർത്ഥങ്ങളുള്ളതാണ് ഖുർആൻ. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കണം. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജീനാ ബിമിസ്ലിഹി മദദാ. ലോകമൊട്ടാകെയുള്ള കടലിലെ വെള്ളം പൂർണ്ണമായും മഷിയാക്കി ഉപയോഗിച്ചാലും ഖുർആൻ അല്ലാഹുവിന്റെ കലാമ് അത് എഴുതിയിട്ടതിന്റെ വ്യാഖ്യാനമോ വിശദീകരണമോ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജലാലി തഫ്സീറിൽ ആഖിറത്തിൽ വെച്ച് സാക്ഷിയാകുമെന്നൊരു തഫ്സീർ കണ്ടാൽ അത് മാത്രമാണ് തഫ്സീർ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ നോക്കൂ. ഇമാം റാസി പറയുന്നു ദുനിയാവിലും ആഖിറത്തിലും സാക്ഷികളാണെന്നാണ് ഈ ആയത്തിനർത്ഥം. ഖുർത്തുബിയുടെ തഫ്സീർ എടുത്തു നോക്കൂ. ഇമാം ഖുർത്തുബി എന്ത് പറഞ്ഞു? ഫകുല്ലു അസ്രിൻ ശഹീദുൻ അലാ മൻ ബഅദഹും ഫഖൗലു الصحابة ഷാഹിദുൻ വഹുജ്ജത്തുൻ അലാ التابعين وقول التابعين شاهد وحجة على من بعدهم. സഹാബത്തിന്റെ പ്രവർത്തനങ്ങളും വാക്കുകളും അവരുടെ സഹാബത്തിന്റെ ആശയങ്ങൾ പിൻതലമുറയിലുള്ള താബിഈങ്ങൾക്ക് സാക്ഷിയാണ്. താബിഈങ്ങളുടെ ആശയം അവരുടെ വാക്കുകളും പ്രവൃത്തിയും അതിന്റെ പിൻതലമുറക്ക് സാക്ഷിയാണ്. അങ്ങനെ ഫകുല്ലു അസ്രിൻ ഷഹീദുൻ അലാ മൻ ബഅദഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചു വന്ന സമൂഹം പിൻതലമുറക്ക് ഇസ്ലാമിന്റെ സാക്ഷിയാണ്. അപ്പൊ ഇസ്ലാം എങ്ങനെ മനസ്സിലാക്കണം? ഇസ്ലാം എങ്ങനെ മനസ്സിലാക്കണം? ഓരോ തലമുറയും മുൻ തലമുറയിൽ മനസ്സിലാക്കണം. ഇത് കാന്തപുരത്തിന്റെ പ്രസ്താവനയല്ല, ഉള്ളാളത്തിന്റെ പ്രസ്താവനയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഉമ്മത്തിനെ, ഈ സമുദായത്തെ മറ്റ് സമുദായം പോലെയല്ല വെച്ചത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ വലിച്ചെറിയുന്ന സമൂഹമാണ്. ശരി എന്നെന്നും നിലനിർത്തുന്ന ഒരു സമുദായമാണ്. അതുകൊണ്ട് തന്നെ ഈ സമുദായം പൂർണ്ണമായി പിഴച്ചു പോവുക എന്നൊരു പ്രശ്നമേ ഇല്ല. ഖുർആനാണ് പറയുന്നത്. ഈ സമുദായം മുസ്ലിം സമുദായം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പൂർണ്ണമായി പിഴച്ചു പോവുക എന്ന ഒരു പ്രശ്നമേ ഇല്ല. മറിച്ച് ഈ ഉമ്മത്ത് ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിട്ടുള്ളവർ പിൻതലമുറക്ക് സാക്ഷിയാണ്, പിൻതലമുറ അതിന്റെ ശേഷമുള്ളവർക്ക് സാക്ഷിയാണ്. അങ്ങനെ ഫകുല്ലു അസ്രിൻ ഷഹീദുൻ അലാ മൻ ബഅദഹും. ഓരോ കാലഘട്ടത്തിലുമുള്ളവർ അതിന്റെ പിൻതലമുറക്ക് സാക്ഷിയാണ്. ഈ തലമുറയെ സാക്ഷിയാക്കാതെ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ തലമുറയെ സാക്ഷിയാക്കാതെ ഖുർആൻ എഴുതാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാനും പറ്റില്ല എന്നാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. തലമുറകൾ സാക്ഷികളാണ്. ഓരോ തലമുറയിലുമുള്ള ആളുകൾ സാക്ഷികളാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, അത് അല്ലാഹു അടിക്കടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മുൻ തലമുറയെ വിട്ട് അവഗണിച്ചുകൊണ്ട് ഇസ്ലാം മതം മനസ്സിലാക്കരുത്. ഖുർആൻ അടിക്കടി അക്കാര്യം പറയുകയാണ്. ആ ഒരാഴ്ച കൊണ്ട് തീർന്നില്ല. ഇനിയും നോക്കൂ നിങ്ങൾ ഖുർആൻ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്ന ആള് അവരെങ്ങനെ നമുക്ക് മനസ്സിലാകല്? അല്ലാഹു തആല ഉടനെ തന്നെ അവിടെ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല, റസൂലിനോട് എതിർപ്പ് കാണിക്കുന്നവൻ,
അവനെ വേഗം തിരിയും. എന്താണത്? അള്ളാഹു കൂട്ടി പറയുന്നു, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ നടന്നു വരുന്ന വഴി വിട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ നടന്നു വരുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ ആചരിച്ചു വരുന്ന, വിശ്വസിച്ചു വരുന്ന, നടന്നു വരുന്ന ആശയം വിട്ടുകൊണ്ട് ഒരു പുതിയതിലേക്ക് വല്ലവനും പിന്തുടർന്നാൽ അല്ലാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവന്റെ ആശയവുമായി ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. ഇവിടെ പൂർവീകമായി മുസ്ലിം സമൂഹം ആചരിച്ചു വരുന്ന ആചാരങ്ങളും പൂർവീകമായി മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഭൂമി ലോകത്തവനൊന്നും സംഭവിച്ചു കൊള്ളണം എന്നില്ല. നുവല്ലിഹി മാ തവല്ല, അവന്റെ പാട്ടിന് നാം അവന് കയ്യഴച്ചു വിടുന്നതാണ്. അവൻ ആ വഴിക്ക് തന്നെ യാത്ര ചെയ്യാൻ സൗകര്യം ചെയ്യും. പക്ഷേ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ നടന്നു വരുന്ന, വിശ്വസിച്ചു വരുന്ന, ആചരിച്ചു വരുന്ന വിശ്വാസാചാരങ്ങൾ കൈയൊഴിച്ചാൽ വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ ജഹന്നമാകുന്ന നരകത്തിൽ കടത്തും. നബിയേ വസാഅത് മസീറാ, അത് വളരെ വളരെ മോശമായ സങ്കേതമാകുന്നു. അത് മജ്ബൂസ് കൊടുക്കുന്ന സ്ഥലമല്ല, അത് വസാഅത് മസീറാ, വളരെ മോശമായ സങ്കേതമാണ് ജഹന്നം. ഇത് തന്നെയാണ് നേരത്തെ അല്ലാഹു വേറൊരു ആയത്തിൽ പറഞ്ഞ് ഞാൻ ഓതിയത്. എന്ത്? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ നഷ്ടപ്പെട്ടവനായി പോകും. അപ്പൊ ജഹന്നമാകുന്ന നരകത്ത് കടക്കും. അപ്പൊ ആയത്തുകളിലൊക്കെ അല്ലാഹു അടിക്കടി പറയുന്ന കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ ആശയം പൂർവീകർ മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴിയിലൂടെ മനസ്സിലാക്കാം. മുഅ്മിനീങ്ങൾ എന്ത് വിശ്വസിച്ചു വന്നു, സത്യവിശ്വാസികൾ എന്താചരിച്ചു വന്നു, അത് നോക്കിയിട്ട് വേണം ഖുർആനിന്റെ ആശയം, ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കാൻ. പോരാ, അല്ലാഹു പറയുന്നു അതും പോരാ. പിന്നെയോ സത്യവിശ്വാസികൾക്കൊരു ലക്ഷണമുണ്ട്. എന്താണ് അവരുടെ ലക്ഷണം? അവർ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കുമെന്ന് മാത്രമല്ല, മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കുന്നതിന്റെ പുറമെ, ശരിക്കും ശ്രദ്ധിക്കണം, മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കുന്നതിന്റെ പുറമെ അവർ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവർ തമ്മിലുള്ള കണക്ഷൻ വിടില്ല. എപ്പോഴും മുൻഗാമികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു പറയുന്നു, നോക്കൂ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നോക്ക് നിങ്ങൾ, സത്യവിശ്വാസികളെ ലക്ഷണം അല്ലാഹു പറയും, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ഈ മുൻഗാമികൾക്ക് ശേഷം വരുന്ന പിൻഗാമികൾ, യഖൂലൂന, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താണ് അവർ ചൊല്ലുന്നത്? റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ നാഥാ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാന് കൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവീകരുണ്ട്, ആ പൂർവീകർക്കും നീ മാപ്പ് നൽകണേ നാഥാ. നിങ്ങൾ നോക്ക്, പൂർവീകരെ പിന്തുടരൽ മാത്രമല്ല സത്യവിശ്വാസിയുടെ ലക്ഷണം. പൂർവീകരെ അനുസ്മരിച്ചുകൊണ്ടിരിക്കണം, പൂർവീകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പൂർവീകരുമായി ആത്മീയ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവരാണ് സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ പറയുന്നു. അഥവാ പൂർവീകരുമായുള്ള ബന്ധം വിട്ടാലോ, പൂർവീകരെ വെറുത്താലോ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ പ്രാർത്ഥന അല്ലാഹു വീണ്ടും പറയുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.
അല്ലാഹുവേ, ഒരുപാട് സത്യവിശ്വാസികൾ കഴിഞ്ഞുപോയി. അവരോടൊന്നും ഞങ്ങളെ മനസ്സിലൊരു വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ അകൽച്ചയോ നീ ഞങ്ങളെ മനസ്സിൽ തന്നേക്കരുത് റബ്ബേ. ഇന്ന് വരെ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളോട്, സത്യവിശ്വാസികളോട് ഞങ്ങളെ മനസ്സിലൊരു വിദ്വേഷം വന്നുപോയാൽ, വൈരാഗ്യം വന്നുപോയാൽ, അവരെ തള്ളിപ്പറഞ്ഞു പോയാൽ, അവരെ വെറുത്തുപോയാൽ ഞങ്ങളെ ഈമാനിന് തകരാറ് പറ്റിപ്പോകും. അതുകൊണ്ട് അവരോടൊരു വിദ്വേഷം ഞങ്ങളെ മനസ്സിൽ ഒരു കാലത്തും തന്നേക്കരുത് റബ്ബേ. പോരാ, അല്ലാഹു തആല പറയും, അല്ലാഹു പറയുന്നു പോരാ, ആ വഴിയിൽ തന്നെ ഞങ്ങളെ നിലനിർത്തിത്തരണമെന്ന് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം, ഏറ്റവും ചുരുങ്ങിയത് ഒളുവെടുത്തുകൊണ്ട് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? ആ മഹാന്മാരെ വഴിയിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചു കളയരുത്. അതല്ലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നേരെയുള്ള ഒരു റൂട്ടുണ്ടല്ലോ, നേരെയുള്ള ഒരു വഴിയുണ്ടല്ലോ, ആ നേരെയുള്ള വഴിയിൽ തന്നെ ഞങ്ങളെ വഴി നടത്തണം അല്ലാഹുവേ. ഞങ്ങളിപ്പോൾ ഉള്ളത് നേരെയുള്ള വഴിയിലാണ്, ആ വഴിയിൽ തന്നെ ഞങ്ങളെ നിലനിർത്തിത്തരണം. ഏതാണ് ആ നേരെയുള്ള വഴി? നോക്കൂ നിങ്ങൾ, അല്ലാഹു അലീമും ഹക്കീമുമാണ്. അല്ലാഹുവിന് അറിയാത്ത ഒരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കാൻ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാഹുവിന് തിരിയാത്ത ഒരു കാര്യമുണ്ടെന്ന് ധരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. തർക്കമില്ലല്ലോ ആ വിഷയത്തിൽ. എന്നാലും നിങ്ങൾ നോക്കൂ, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ ചേർത്ത് തരണം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് നേരെയുള്ള വഴി തിരിയൂലേ? നേരെയുള്ള വഴി അള്ളാഹുവിന് അതുകൊണ്ട് തന്നെ തിരിയൂലേ? പിന്നെ എന്തിനാണ് രണ്ടാമത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം? നേരെയുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയാണ്. ആ വഴിയിൽ തന്നെ ചേർക്കണം എന്നെന്തിനാണ് നമ്മെ കൊണ്ട് പറയിക്കുന്നത്? മഹാന്മാരുടെ വഴിയിൽ തന്നെ എന്നെ നിലനിർത്തി തരണമെന്ന് 17 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാനാണ്, അള്ളാഹുവിന് തിരിയാഞ്ഞിട്ടല്ല. നോക്കൂ നിങ്ങൾ, അങ്ങനെ മഹാന്മാരെ വഴിയിൽ ഉറച്ചു നിന്ന് നിങ്ങൾ ജീവിച്ചാൽ മതിയോ? പോരാ. മറിച്ച് മഹാന്മാരെ വഴിയിൽ നിന്ന്, പൂർവീകരുടെ വഴിയിൽ നിന്ന് ആരെങ്കിലും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതിന് വിരുദ്ധമായ ചേരിയിലുണ്ടെങ്കിൽ അവർക്കെതിരെയും നിങ്ങൾ ശബ്ദിച്ചേ പറ്റൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ മഹാന്മാരെ വഴിയിൽ ഞങ്ങൾ നീ ചേർക്കണം. നീ ദേഷ്യം വെച്ച കക്ഷികളുടെ വഴിയിൽ അല്ല, അവരുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവരുടെ വഴിയിലും അല്ല. ഞങ്ങളെ നീ മഹാന്മാരെ വഴിയിൽ തന്നെ നിലനിർത്തി തരണം റബ്ബേ എന്നൊരു 17 പ്രാവശ്യം ചുരുങ്ങിയത് ശുദ്ധിയും ബുദ്ധിയുമുള്ള സർവ്വ പ്രായപൂർത്തിയെത്തിയ മനുഷ്യനും പ്രാർത്ഥിച്ചുകൊള്ളണം. പ്രായം പൂർത്തിയാകാത്ത കുട്ടികളോ 7 വയസ്സ് മുതൽക്ക് അതവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊള്ളണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എന്താ കാരണം? അല്ലാഹു തന്നെ വേറൊരു സ്ഥലത്തത് പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിഷ്പക്ഷമായി നിങ്ങൾ ഖുർആനിലൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അല്ലാഹു പറയുന്നു വമൻ യുതിഇല്ലാഹ വറസൂൽ. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടാത്തവൻ അവൻ നരകത്തിലാണ്, അവൻ പിഴച്ചവനാണ്. അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടവൻ ആരാണ്? അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടവൻ ആരാണ്? ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നവൻ ആരാണ്? അല്ലാഹു പറയുന്നത് വമൻ യുതിഇല്ലാഹ വറസൂല. അല്ലാഹുവിനെയും റസൂലിനെയും വല്ലവനും അനുസരിച്ചാൽ അവനെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. എവിടെ കാണാം? ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ.
അവർ നബിമാരെ കൂടെയാണ്. നബിമാർ ഏതൊരാശയത്തിലാണോ അവരാ ആശയത്തിലാണ്. സിദ്ദീഖീകൾ സഹാബികൾ ഏതൊരാശയത്തിലാണോ അവരാശയത്തിലാണ്. സഹാബികളൊക്കെ സിദ്ദീഖീങ്ങളാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ, ഏറ്റവും വലിയ സിദ്ദീഖാണ്. അപ്പൊ സിദ്ദീഖീങ്ങളുടെ വഴിയിലാണവർ. വശുഹദാഇ, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷികളായ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള എത്രയോ മഹാന്മാരിലെ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് ശുഹദാക്കളിലെ ആ ശുഹദാക്കളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയില്ല. അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നവർ വസ്സാലിഹീൻ, ഷഹീദായി മരിക്കണമെന്നില്ല. സജ്ജനങ്ങളായ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി, മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ്, ഇങ്ങനെ തുടങ്ങി ഇമാമുൽ ഹറമൈനി, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, ഇമാം അബ്ദുൽ കരീം റാഫിഈ, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നവാവി, ഇമാം ഗൗസുൽ അഅ്സം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ-ജീലാനി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ, ശൈഖ് അഹ്മദ് അൽ-ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, അബുൽ ഹസൻ അശ്ശാദിലി, അങ്ങനെ തുടങ്ങിയിട്ട് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ-അൻസാരി, തഖിയുദ്ദീൻ സുബ്കി, താജുദ്ദീൻ സുബ്കി, ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി, ജമാലുദ്ദീൻ الرملي, شيخنا المحقق شيخنا ابن زياد, زين الدين مخدوم, അങ്ങനെ തുടങ്ങിയിട്ട് ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംബുറമി, ജലാലുദ്ദീൻ അൽ ബുഖാരി, മുഹമ്മദ് മൗലൽ ബുഖാരി, മൗലദ് ദവീല, ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംബുറമി, സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്ൽ അജ്മീരി, ഖുതുബുസ്സമാൻ മുഹമ്മദ് ശരീഫ് അൽ മദനി, മാലിക് ഇബ്നു ദീനാർ അൽ ഖുറശി, ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തൊരു വലിയ സാലിഹീങ്ങളെ നിര കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കൂടെയാണ് അല്ലാഹു പറയുന്നു ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളുടെ കൂടെയാണവർ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ, ഖുർആനും ഹദീസും സ്വീകരിച്ചവർ. ആരുടെ ചേരിയിലാണ്, ആരുടെ കൂടെയാണ്? തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ തഫ്സീറു തിബിരി നോക്കിക്കോ. ബഹുമാനപ്പെട്ട ഇമാം സയൂത്തി റഹിമഹുല്ലാഹ് അഖ്ദമുത് തഫാസീരി വഅഅ്ളമുഹാ വഅഖ്ദമുഹാ വഅദല്ലുഹാ, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രശസ്തമായതും ആദ്യം രചിച്ചതും ഏറ്റവും മുന്തിയതുമെന്ന് വിശേഷിപ്പിച്ച ഇമാം തിബിരി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ നോക്കൂ. ഈ ആയത്തിന് കാണാം നിങ്ങൾക്ക് ഫിൽ ഹിദായത്തി വത്വാഅതി ഫിദ് ദുനിയാ വഫിൽ ജന്നതി ഫിൽ ആഖിറ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ ദുനിയാവിൽ ആശയരംഗത്ത് മഹാന്മാരെ കൂടെയാണ്, ആഖിറത്തിൽ സ്വർഗത്തിലും മഹാന്മാരെ കൂടെയാണ്. അപ്പോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവരാരാണ്? ഖുർആനും സുന്നത്തും സ്വീകരിച്ചവരാരാണ്? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് സജ്ജനങ്ങളായ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചവരാണ്, അവരെ ആശയം സ്വീകരിച്ചവരാണ്, അവരെ സാക്ഷികളായി അംഗീകരിച്ചവരാണ്, അവരെ പിന്തുടർന്നവരാണ്, അവരെ പാതയിൽ നിലനിർത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ്. അവരോടൊരിക്കലും ഞങ്ങളെ മനസ്സിൽ ഒരകൽച്ച തന്നേക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അതെങ്ങനെ ഓതണം? ഖുർആൻ എങ്ങനെ എഴുതണം? ഖുർആനിന്റെ ആശയം എങ്ങനെ മനസ്സിലാക്കണം? അത് ഖുർആൻ പഠിപ്പിക്കുന്ന റൂട്ടാണ്. ആ റൂട്ട് വിട്ടാൽ മുൻഗാമികളായ ആളുകളുടെ പാത വിട്ടുകൊണ്ട്
ആശയം വിട്ടുകൊണ്ട്, ആചാരം വിട്ടുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ ഒരുങ്ങിയാൽ മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമാകും, മുസ്ലിം സമുദായം തകരും. നിങ്ങൾ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ ഒരു ഉദാഹരണത്തിലേക്ക് കടന്നു. ഇന്ന് ഞാൻ കേരളത്തിലെ ഒരു പത്രമായ മാധ്യമം പത്രം വായിച്ചു. മാധ്യമം പത്രത്തിന് പെട്ടിക്കോളത്തിന് കണ്ടു കുറെ റിപ്പോർട്ടുകൾ. അറിവിന് വിലക്ക്, പിലാത്തറ, മാനവമൈത്രിയുടെ മുദ്രാവാക്യം മുഴക്കിയ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തത് ജമാഅത്ത് ഇസ്ലാമി ഒരുക്കിയ ബുക്ക് സ്റ്റാളിന് മുന്നിൽ. സന്ദർശകർ ബുക്ക് സ്റ്റാളിലേക്ക് കടക്കാതിരിക്കാൻ വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി കണ്ടു. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വാങ്ങി സമ്മേളന ഹാളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പീഡനം. ലഘുലേഖകൾ ചീന്തിയെറിഞ്ഞും പുസ്തകങ്ങൾ വാങ്ങി വലിച്ചെറിഞ്ഞും അവർ ആരോടുമില്ലാതെ അമർഷം തീർത്തു. അമർഷം, ജമാഅത്ത് ഇസ്ലാമിക്കാരോട് അമർഷം. ആർക്ക്? മുജാഹിദ് പ്രസ്ഥാനക്കാർ. നിങ്ങൾ ചിന്തിക്കണം. അവരുടെ പുസ്തകം വാങ്ങിയവരോട് വാങ്ങിയിട്ട് പറിച്ചു എറിഞ്ഞാൽ മുജാഹിദുകൾ. കാരണം മാനവ മൈത്രിക്ക് മുജാഹിദ് ദർശനം മൈത്രിയാക്കി. എന്നിട്ട് എഴുതുന്നു, പിന്നെയും എഴുതുന്നു. ജമാഅത്ത് ഇസ്ലാമി പിഴച്ച പാർട്ടി തന്നെ. ഇന്നലെ നടന്ന ചോദ്യോത്തര വേളയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് രൂക്ഷ വിമർശനം. മതരാഷ്ട്രീയത്തിന്റെ പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വീക്ഷണം രാഷ്ട്രീയ സിർക്കാണെന്നും ബഹുദൈവത്വം മൗലാന മൗദൂദി വഴിപിഴച്ചവനാണെന്നും മൗദൂദി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും ഈ ചോദ്യത്തിന് മറുപടി പറയവേ അധ്യക്ഷവേദിയിൽ നിന്ന് വ്യക്തമാക്കി. ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നതായിരുന്നു ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമത്തിന്റെ എഡിറ്ററുടെ അല്ലെങ്കിൽ ലേഖകന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് നോക്കൂ നിങ്ങൾ. എന്ത്? പിലാത്തറയിൽ മുജാഹിദിന്റെ ആരടാ സമ്മേളനം, അതിനു പകരം കോട്ടക്കലിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഞാനടാ സമ്മേളനം. അപ്പോൾ കോഴിക്കോട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ നിങ്ങൾ രണ്ടാളുമല്ലടാ സമ്മേളനം. ഇങ്ങനെ 3 സമ്മേളനങ്ങൾ കേരളത്തിൽ വളരെ ശക്തിയായി ജോറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിലല്ല. സംഘടനയുടെ പേരിൽ ചിലപ്പോൾ SSFകാർ ഒരു സമ്മേളനം നടത്തും, SYSകാർ വേറൊരു സമ്മേളനം നടത്തും, ജമിയത്തുൽ ഉലമക്കാർ വേറൊരു സമ്മേളനം നടത്തും. അതുപോലെ സുന്നികൾ സംഘടനാപരമായി 1, 2, 3 സമ്മേളനം നടത്തുന്നതിനെ കുറിച്ച് ഇത് ബാധകം അല്ല. അതേ സമയത്ത് ആദർശപരമായി ശിർക്കാണ്, കുഫറാണ്, ജമാഅത്ത് ഇസ്ലാമി കാഫിറാണ്, മുജാഹിദ് കാഫിറാണ് എന്നിങ്ങനെ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട്, മുശ്രിക്കാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആദർശപരമായി ഇവിടെ ആരടാ സമ്മേളനവും ഞാനടാ സമ്മേളനവും നടക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, തീർന്നില്ല. ഇപ്പൊ എത്ര പാർട്ടി എത്രയായി? 3. ഇനി നിങ്ങൾ നോക്കൂ, ഈ 3 പാർട്ടിയും ഇവിടെ ഓതുന്നത് എന്താണ്? ജമാഅത്ത് ഇസ്ലാമി ഓതുന്നത് ഖുർആനാ, മുജാഹിദ് ഓതുന്നതും ഖുർആനാ, തബ്ലീഗ് ജമാഅത്തുകാരൻ ഓതുന്നതും ഖുർആനാ. നിഷ്പക്ഷമായി ചിന്തിക്കണം ചെറുപ്പക്കാരെ. 3 കക്ഷികളും പരസ്പരം കാഫറാക്കുന്ന സുന്നികൾ നമ്മൾ മാറ്റി നിർത്തുക. ഈ 3 കക്ഷികളും ഓതുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇനി നിങ്ങൾ നോക്കൂ, 4ാമത്തെ ഒരു കക്ഷി മുജാഹിദിന് പറയാനുള്ളത് എന്താണ്? മുജാഹിദിന് കാര്യമായി പറയാനുള്ളത് പലതുണ്ട്. അതിൽ പലതുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു ആഫിയത്തുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുക. നോക്കൂ, നിങ്ങൾ മുജാഹിദ് പറയുന്നു, മക്കയിലും മദീനയിലും ഇന്നത്തെ ഈ ദിവസം വരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ റമളാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. മുജാഹിദ് പറയുന്നു, മക്കത്തെ ഇമാമിനെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്.
വന്നെങ്കിൽ അതൊന്ന് ചോദിക്കാമെന്നും വിചാരിച്ചു. പക്ഷെ വന്നില്ല എന്നാ കേട്ടത്. കാരണം എന്താണ്? റമദാൻ അടുത്തിട്ടുണ്ട്, വന്നപ്പോ വരണ്ടാന്ന് പറഞ്ഞതായിരിക്കും എന്ന് ചിലർ പറയും. കാരണം മുമ്പൊരിക്കൽ വന്നപ്പോ കൈകെട്ടിയത് ഫോട്ടോ വന്നുപോയി, നോക്കുമ്പോ താത്തീത്താണ് കെട്ടിയത്. കാര്യം ബുദ്ധിമുട്ടായി പോയി. അതുപോലെ തറാവീഹ് 20 ഞങ്ങൾ മക്കയിലും മദീനയിലും നിസ്കരിക്കൽ, മദീനയിൽ ഞങ്ങൾ വാളെടുത്തിട്ടാണ് മിമ്പർമ കയറൽ എന്നൊക്കെ എങ്ങാനും ഇവിടുന്ന് പ്രസംഗിച്ചെങ്കിൽ സഹോദരന്മാരെ കാര്യം വിഷമമാകില്ലേ? അതുകൊണ്ടായിരിക്കാം മാറ്റി നിർത്തിയത് എന്ന് ചിലർ പറയും. എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഈ പറയുന്ന വിഷയം ചിന്തിക്കുക. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാര്. മൗലവി ചേകനൂർ കുറച്ചു കാലമായി അദ്ദേഹത്തെ കാണുന്നില്ല. ഇവിടെ വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം സമഗ്രമായി നടത്തണം എന്നാണ് സുന്നികളായ ആളുകൾക്കും പറയാനുള്ളത്. ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഏതൊരാൾക്കും അവൻ ആശയം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അക്രമങ്ങളോ അല്ലെങ്കിൽ ഭീകരതയോ സൃഷ്ടിക്കുന്നതിനോടും ഒരാളെ കൊല്ലുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കത്തിട്ട്, എന്റെ ഭാര്യയാണ് എനിക്ക് കത്ത് വായിച്ചിട്ട് തന്നത്. അതിൽ പറയുന്നത് ഒരാഴ്ച കൊണ്ട് എന്നെ ശരിയാക്കുന്ന ഒറ്റ ആഴ്ചയാണ് എനിക്ക് അവധി തന്നത്. പക്ഷേ മുമ്പും അങ്ങനെ കുറെ ആഴ്ചകൾ ഞാൻ കണ്ടതാണ്. എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. അതെന്താണ്? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു നിശ്ചയിച്ചതേ ലോകത്ത് നടക്കൂ. അല്ലാഹു നിശ്ചയിച്ച അവധിക്കപ്പുറം ആരും ജീവിക്കില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ പഠിച്ച സത്യം അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കുക. മൗലവി ചേകനൂർ, അദ്ദേഹം കുറച്ചു കാലമായി കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു സംഘടനയുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അവരുടെ വാദം എന്താണ്? അവരുടെ വാദം, മുജാഹിദ് സുഹൃത്തുക്കളോട് അവർ പറയുന്നു, നിങ്ങൾ ചെയ്തതിൽ നന്ദി. എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചെയ്തത് റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള പൂർവീകരായ മുസ്ലിങ്ങൾ ജീവിച്ചു വന്ന മാർഗത്തെ അവലംബിച്ചുകൂടാ എന്നും ഖുർആനും ഹദീസും അവരവർ മറച്ചു നോക്കിയിട്ട് അവർക്ക് തിരിയും പോലെ മതം പറയണമെന്നും നിങ്ങൾ പറഞ്ഞു. കുറെ ആളുകളെ നിങ്ങൾ അങ്ങനെ പിഴപ്പിച്ചു. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്, നിങ്ങൾക്ക് നന്ദി. പക്ഷേ ഒരു കാര്യമുണ്ട്. തറാവീഹിന്റെ എണ്ണമാണ് നിങ്ങൾ ചുരുക്കിയത്. അത് പോരാ. ഇശാ നിസ്കാരം 2 റക്അത്ത്. ചേകനൂർ മൗലവിയുടെ നമസ്കാരം എന്ന പുസ്തകം, അതിൽ അദ്ദേഹം അതിന്റെ ചട്ടപ്പുറത്ത് അതിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. പരസ്യം എന്താണ്? നിസ്കരിച്ച് ബുദ്ധിമുട്ടുന്നവർക്കും ബുദ്ധിമുട്ട് ഓർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ലോക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം എന്ന അതിന്റെ പരസ്യമാണ്. ആ പരസ്യത്തിൽ കീഴിൽ കൊടുത്ത നമസ്കാരം എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഇശാ നിസ്കാരം 2 റക്അത്ത്. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും യോജിച്ചുകൊണ്ട് പറയുന്നു തസ്ബീഹ് നിസ്കാരം ഹറാമാണ്. ചേകനൂർ മൗലവി പറയുന്നു ളുഹ്ർ നിസ്കാരവും ഹറാമാണ്, മഗ്രിബും ഹറാമാണ്. സുബ്ഹിക്ക് വിരോധമില്ല, പക്ഷേ അത് സൂര്യൻ ഉദിച്ചിട്ടാണ് വേണ്ടത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. അദ്ദേഹവും ഓതുന്നത് ഖുർആനാ. ചേകനൂർ മൗലവി ഓതിയതും ഖുർആനാ. അദ്ദേഹത്തിന്റെ അനുയായികൾ ഓതുന്നതും ഖുർആനാ. അവരുദ്ധരിക്കുന്നതും ഹദീസാ. ഇപ്പൊ എത്രയായി കമ്പനി? 4 എണ്ണമായി. ഇനി നിങ്ങൾ നോക്കൂ, അതിന്റെ അപ്പുറത്ത് വേറൊരു വിഭാഗം. അതാരാണ്? അത് കള്ളത്തരീക്കത്തിന്റെ ആളാണ്. അയാളെ വാദം എന്താണ്? അയാളെ വാദം തീരെ നിസ്കാരം വേണ്ടാന്ന്. അപ്പോൾ ഇന്ന് വരെ നിസ്കരിച്ചു വരുന്നതോ അദ്ദേഹം പറയുന്നത് പിഴച്ച ആശയമാണ്. ഇന്ന് വരെ നടന്നു വരുന്ന ആശയം സ്വീകരിച്ചാൽ വിജയിക്കില്ല. നിങ്ങൾ ഖുർആൻ പിന്തുടരണമെന്നാണ് കള്ളത്തരീക്കത്തുകാരനും പറയാനുള്ളത്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. ഉറപ്പ് വരുന്നവരെ ഇബാദത്ത് എടുക്കണം. ഞമ്മക്ക് ഉറപ്പ് വന്നു. ഞാനൊരു മുറബിയായ ശൈഖായി, എന്റെ കൈ പിടിച്ചവനും ശൈഖായി, അതുകൊണ്ട് ഉറപ്പ് വന്ന് ഇനി ഇബാദത്ത് വേണ്ട, നിസ്കാരം വേണ്ട. ഓതുന്നതായതാ. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ഈ കക്ഷികൾ നിൽക്കുമ്പോ അതിന്റെ അപ്പുറത്തതാ വേറൊരു കക്ഷി നിൽക്കുന്നു. ആരാണത്? ഖാദിയാനിയ. ഖാദിയാനി. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? ഞാൻ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചപ്പോൾ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾ വിശ്വസിച്ചു വന്ന വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്റെ ഖുർആൻ നോക്കിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ മുഹമ്മദ് നബിക്ക് ശേഷം നബി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേതാവുണ്ട്, മൂത്രവാർത്തയുടെ അസുഖമുള്ള ആളാണ്, അദ്ദേഹം നബിയാണ്.
അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ഖാദിയാനി എന്ന. അദ്ദേഹം നബിയാണ്, ഖുർആനാണ് ഓതുന്നത്. ആ കക്ഷി അപ്പുറത്ത് നിൽക്കുമ്പോ അതാ വേറൊരു മൗലവി, അദ്ദേഹത്തിന്റെ പേര് അലവി മൗലവി എന്നാണ്, മഞ്ചേരിക്കാരനാണ്. അദ്ദേഹം നീളക്കുപ്പായമിട്ടാണ് വരുന്നത്. എന്തേ നീളക്കുപ്പായമിട്ടത്? നിങ്ങൾ കുത്തുബോധം കയറുകയാണോ? അല്ല, പിന്നെന്തേ? ഞാൻ അച്ഛനാണ്, ക്രിസ്ത്യാനിയാണ്. ഞാൻ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു കുട്ടിയാണ്. ഞാൻ കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ ഓതിപ്പടിച്ചതിന് ശേഷം മൗലവിയായ ഞാൻ ഇപ്പോൾ പാതിരി അച്ഛനാണ്. എന്തുകൊണ്ട് അച്ഛനായി? ഞാൻ വെറുതെ അച്ഛനായതല്ല. ഞാൻ പരിശുദ്ധ ഖുർആൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന. ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ അഹ്ലൽ കിതാബി ലസ്തും അലാ ശൈഇൻ ഹത്താ തുഖീമുത് തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും സ്വീകരിക്കാതെ നിങ്ങളൊരു സത്യത്തിന്റെ മേലാവുകയില്ല, ഗ്രന്ഥം നൽകപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമമായ ബൈബിൾ സ്വീകരിച്ച് ജീവിക്കണം എന്ന് ഖുർആനിലുണ്ടെന്ന് അദ്ദേഹം പറയും. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് വമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആനും സ്വീകരിക്കണം. തൗറാത്തും ഇൻജീലൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പം കയ്യിലുള്ളത് അതാ യുഹരിഫൂന കലിമാത്തില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇൻജീലിലും പൂർവ്വകാലത്തുള്ള ആളുകൾ കൈകടത്തൽ നടത്തിപ്പോയി. അതുകൊണ്ട് അത് സ്വീകരിച്ചുകൂടാന്ന് വേറെ ആയത്തിലുണ്ട്. നിങ്ങൾ ഖുർആനിൽ പറഞ്ഞത് സ്വീകരിക്കണമെന്നുണ്ട്. പക്ഷെ അത് ഇയാൾ ഓതാൻ തയ്യാറില്ല. അയാൾ ഈ ഒരു കഷ്ണം മാത്രമേ ഓതാൻ തയ്യാറുള്ളൂ. അയാൾ അതോതിയിട്ട് അയാൾ സമർത്ഥിക്കുകയാണ് ക്രിസ്തുമതമാണ് ശരി. അയാൾ പോകുന്നത് ഖുർആനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കക്ഷി എത്രയായി? മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാം, തബ്ലീഗ് ജമാഅത്ത്, ചേകനൂർ, ഖാദിയാനി, കള്ളത്തരീഖത്ത്, അലവി മൗലവി. 7 പാർട്ടി ഞാനിവിടെ പറഞ്ഞു. ഈ 7 പാർട്ടിയും പോകുന്നത് ഖുർആനാണ്. 7 പാർട്ടിയും പറയുന്നത് മറ്റേ പാർട്ടി നരകത്തിലാണെന്ന. 7 വിഭാഗവും പറയുന്നത് മറ്റേ പാർട്ടി നരകത്തിലാണെന്ന. എന്ന് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ബുക്ക് വാങ്ങിയാൽ പിടിച്ചു എറിഞ്ഞോളണമെന്നാണ് മുജാഹിദിന്റെ ആശയം. കാരണം മാനവ മൈത്രിക്ക് മുജാഹിദ് ദർശൻ. സഹോദരന്മാരെ, ആ നിലക്കുള്ള 7 പാർട്ടിയും ഒന്ന് ഖുർആനല്ലേ? ഞാൻ ചോദിക്കുന്നു മുജാഹിദ് സുഹൃത്തുക്കളോട് വിനയത്തോടെ, നിങ്ങൾ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിലേക്ക് പോകുന്നില്ല? അവരൊന്നും ഖുർആനല്ലേ? ജമാഅത്തുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് മുജാഹിദാകുന്നില്ല? അവരൊന്ന് ഖുർആനല്ലേ? 2 കക്ഷികളോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് തബ്ലീഗ് ജമാഅത്താകുന്നില്ല? അവരൊന്ന് ഖുർആനല്ലേ? 3 ആളോടും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഖാദിയാനിയാകുന്നില്ല? 4 ആളോടും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ചേകനൂരിന്റെ പാർട്ടിയിൽ പോകുന്നില്ല? 5 ആളോടും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് കള്ളത്തരീഖത്തുകാരനാകുന്നില്ല? 6 ആളോടും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അലവി മൗലവിന്റെ പാർട്ടിയിൽ പോകുന്നില്ല? എല്ലാവരും ഒന്ന് ഖുർആനല്ലേ? തിരിച്ചെന്നോട് ചോദിക്കൂ, നിങ്ങൾ സുന്നിയായ നിങ്ങൾ എന്തുകൊണ്ട് അതിന് പോകുന്നില്ല? എന്റെ മറുപടി, പരിശുദ്ധ ഖുർആനിൽ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം എന്നതിന് ഞങ്ങൾക്കൊരു മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം എന്താണ്? മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ നടന്നു വരുന്ന വഴി പിന്തുടരണം, മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കണം, പൂർവീകരെ സ്വീകരിച്ച് ജീവിക്കണം. പൂർവീകരെ തള്ളിയാൽ പിന്നെ ഖുർആനിന്റെ ആശയം ബാക്കിയില്ല. പൂർവീകരെ തള്ളിയാൽ ഖുർആനിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് ഖുർആനിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോ മുജാഹിദിന്റെ ആശയത്തിന് പൂർവീകരുടെ പിന്തുണയില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് പൂർവീകരുടെ പിന്തുണയില്ല, ചേകനൂരിന്റെ ആശയത്തിന് പൂർവീകരുടെ പിന്തുണയില്ല. ഇവിടെ പറഞ്ഞ ഒരു പാർട്ടിയുടെയും ആശയത്തിന് പൂർവീകരുടെ പിന്തുണയില്ല. അതൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായ സംഗതികളാ, അടുത്ത കാലത്തുണ്ടായ പ്രസ്ഥാനങ്ങളാ. നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ വളരെ ചുരുക്കി പറയാം. അതുണ്ടാകുമെന്നത് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ നേതാവ് സാധാരണ മനുഷ്യൻ അല്ല, സാധാരണ നേതാവല്ല. ആരാണ് നിങ്ങളുടെ നേതാവ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഖുർബിൻ വമിൻ നജബി. അവിടുത്തെ സദസ്സിലേക്ക് ഞങ്ങൾ ചൊല്ലുന്നു, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം.